കഴിച്ചു വെച്ച എനിക്ക് ഇറങ്ങുന്നില്ല മോളെ. അച്ഛൻ എന്തിനാ കരയുന്നു? ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു മോളെ. ഒരു ദിവസമെങ്കിലും എന്നെ തല്ലി കൊള്ളാതെ അവള് കഞ്ഞി കുടിച്ചിട്ടില്ല. അവള് ചത്തുപോയി. എന്റെ മോക്കാ ഗതി ഉണ്ടാകരുത്. എത്രയും വേഗം ആർക്കെങ്കിലും എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു കൊടുത്തു എങ്കിലേ എനിക്ക് സമാധാനാവും. അവനുണ്ടോ? അവൻ കഴിച്ചു. ഇതുകൂടി അവൻ കൊടുത്തേ. നാളെ അവൻ വലിയൊരു പണിക്കാരനാവും. വഴിയിൽ കിട്ടിയതാണെങ്കിലും ഞാൻ എങ്ങനെയല്ല അവനെ വളർത്തിയത്. സ്വന്തം മകനെ പോലെയാ. മോള് പോയി ചോറുണ്ട്. ഇതാ അവൻ കൊടുത്തേക്കും. ഒരു കാര്യമില്ലാന്ന് വൈകുന്നേരം വരെ വിറ്റ 10 പൈസ ലാഭം കിട്ടും. വെയിലുണ്ടെങ്കിൽ ലാഭം. നമുക്ക് കുട്ടിയെ കണ്ടില്ല എവിടെ? ഞമ്മള് പുരയിൽ ഇറങ്ങിയാൽ ഓൾ ഉടനെ ആരുടെ കഴിക്കാനാവും. അതുപോലെ ഞമ്മള് മടങ്ങി വരുമ്പോ ഓള് മടങ്ങി വരികയും ചെയ്യും. അതിന്റെ പുകലുണ്ട. എന്റെ വീട്ടിലെന്ത് വല്ല വിരുന്നുകാരും വന്നിട്ടുണ്ടോ? ഞാൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എനിക്കറിയാം, കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കല്ലേ. കൊച്ചു കല്യാണം. എപ്പോഴാ കല്യാണം? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? ഞാൻ നിന്റെ പ്രിയപ്പനെ കണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ലാട്ടോ. അതെനിക്കറിയാം. നായരെ, കടുപ്പത്തിന് മധുരം കൂട്ടിയൊരു ചായ. ചായയില്ല. അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള വരിപ്പിക്കണ്ട. നായരറിഞ്ഞില്ലേ, ഊട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു. ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നത് നായരുടെ കാശ് ദേ ഇങ്ങനെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. പുതിയ സിനിമാ കോട്ടയെ തുറന്ന? ഓ നന്നായി. നായർ കേൾക്കണ. നമ്മൾ ഇന്നാളൊരു സിനിമ അതിനൊരുത്തണ്ടല്ല, ഇച്ചിരി തലയായിട്ട്. പേരെന്തായാലും രാവണൻ. ഊനിങ്ങോട്ട് വരലും ഒരു ചവിട്ടും ഒരു കുത്തും. എന്റെ നായരെ നമ്മളെ പഴയൊന്ന് കാലിപ്പോയിട്ട. ഓന്റെ കയ്യിലെന്തോന്നുണ്ടല്ലേ, ഒരു വെറും കൊള്ളിയല്ലേ ഗേദ. ഇത് ഗേദ. കേദ. ഇങ്ങനെ ഇത്തിരി തലയാണ്. 10. ഈ പണി ചെയ്യുന്നിടത്ത് ചങ്ങാതി മുടിവെട്ടായിരുന്നു നല്ലത്. ഒറ്റയടിക്ക് 50 രൂപ കിട്ടും. ജാനടുത്ത് എന്തുവാടാ? പുതിയ സിനിമയുടെ നോട്ടീസ് വരുന്നുണ്ട്. ചണ്ടിയും മേലെ ഒക്കെ ആയിട്ടായിരുന്നു. നമുക്ക് പോവാം. ഇത് നല്ല സിനിമയായിരിക്കും. എനിക്ക് പോകണമെന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു നോക്കാം. വെറുതെ എന്തിനാ തല്ലുകൊള്ളാനും.
നിനക്ക് വേറെ ജോലിയില്ല. ഓ പാടത്ത് പോയിക്കോട്ടെ. കൊട്ടാൻ നടക്കും. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പല്ലേ സാറേ, പെട്ടെന്ന് നമ്മൾ നിർത്തിയാലോ? അതിനെ പാടത്ത് പോയി കൊട്ടാൻ പറഞ്ഞു. നിനക്കൊക്കെ വേറെ പൊഴപ്പറയില്ലടാ. നിന്റെ പേരെന്തു പറ? എല്ലാരും വിളിക്കുന്ന അപ്പൂന്നാ. വരട്ടെ. കുട്ടി കണ്ണു പൂച്ച കണ്ണടച്ചിട്ടാ പാൽ കുടിക്കുക. അന്തിയോളം കൂകി വിളിച്ച് കൊട്ടി നടന്നിട്ട് 5 റുപ്യേ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ചെണ്ടയുടെ വാടക ആര് കൊടുക്കും? ഇപ്പോഴേ തരം വെക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാര് മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട പൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടാ. ഇല്ല, ഈ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്നാശാനെ, ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചു തരണം. ആ നീ വാ. അമ്മണി നിനക്ക് അമ്മണിയില്ലേ അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കാം. പുതിയ വെള്ളം വന്നിട്ടുണ്ടോ? നല്ല തോന്നിട്ടുണ്ട്. താങ്കൾ സിനിമയ്ക്കോട്ടെ നടക്കല്ലേ? മതിയായി പെങ്ങളെ, മതിയായി. നടക്ക്. ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാറ് വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. ആ അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിഴ് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? സുമാർ ഒരു 6-7 വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10-16 വയ്ക്കും. ആ എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസം ആവും? പണി തുടങ്ങട്ടെ, കാര്യം തീർക്ക. ആ ഓടെ നേരം എല്ലാവരും കുടിക്കണ എന്താ വേണ്ടത്? ഒരു ചായ. ചായ ഈ പടത്തിന് പേരെന്താ? വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്കിത്തിരി ജോലിയുണ്ട്. എന്റെ പേര് അപ്പൂന്ന. എല്ലാ ആഴ്ചയും എവിടെയും സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്?
എത്ര സന്തോഷം. പെൺകുട്ടികൾ അധികം നിർത്താനുണ്ടല്ലോ കരയേണ്ടി വരും.